നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രതിമൂർച്ച എന്ന് പറയുന്ന പ്രതിഭാസം സ്ത്രീകളിലും പുരുഷന്മാരിലും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന്? ഈ രണ്ട് രതിമൂർച്ചകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്ത്രീക്ക് ഒരു മണിക്കൂറിൽ എത്ര തവണ രതിമൂർച്ചയിൽ എത്താനുള്ള ഒരു കഴിവുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. ഒരു സ്ത്രീയോ പുരുഷനോ ലൈംഗിക പ്രവൃത്തിയുടെ പാരമ്യതയിലെത്തുമ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുമൊക്കെ ശരീരമാസകലം ഉണ്ടാകുന്ന വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതിക്കാണ് ഈ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ ആരാധനയോ ക്രഷോ ഒക്കെ തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ വന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെൽഫി ലൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ആ ഒരു ഫീലിംഗ് സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങൾക്കും ഒരു പങ്കുണ്ട്. പുരുഷന്മാരാണെങ്കിൽ ലിംഗം, സ്ത്രീകളാണെങ്കിൽ ക്രിസരി, യോനി. ഇനി ഈ രതിമൂർച്ച നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ഒരു ധാരണ ഈ രതിമൂർച്ചകൾ തമ്മിൽ, അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും രതിമൂർച്ചകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ്. എന്നാൽ ഇത് സത്യമല്ല. ഈ രതിമൂർച്ചയുടെ സമയത്ത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകൾ, അതായത് ഓക്സിറ്റോസിൻ, ഡോപ്പോമിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, അഡ്രിനലിൻ, പ്രൊലാക്റ്റിൻ എന്ന് തുടങ്ങിയ ഹോർമോൺസുകളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഹോർമോൺസുകൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൻ്റെ കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശരീരഘടനയിലുള്ള വ്യത്യാസവും ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസവും ആ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നിലയും ഒക്കെയാണ്. അതുകൊണ്ടാണ് ലൈംഗിക പ്രവൃത്തികൾ, അത് സ്വയംഭോഗമായാലും പങ്കാളിയുമായിട്ടുള്ള സെക്സ് ആയാലും, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ട് മാറുന്നത്. ചില പുരുഷന്മാർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ കുറ്റബോധം വർദ്ധിക്കുന്നതും മറ്റു ചിലർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതുമൊക്കെ ഈ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അല്ലാതെ രതിമൂർച്ചകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളത് കൊണ്ടല്ല. വൈദ്യശാസ്ത്ര ലോകവും ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നത് ഈ രതിമൂർച്ച എന്ന് പറയുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും പടിപടിയായിട്ട് 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ്. എന്താണ് ഈ 4 ഘട്ടങ്ങൾ എന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് എക്സൈറ്റ്മെൻറ്റ്. ഒരു ലൈംഗിക പ്രവൃത്തിക്ക് മുമ്പ് നിങ്ങളുടെ ലിംഗത്തിൽ സംഭവിക്കുന്ന ഉദ്ധാരണവും ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ സംഭവിക്കുന്ന ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ നനവുമൊക്കെയാണ് ഈ എക്സൈറ്റ്മെൻറ്റ് ഫേസിൽ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും BP ഉയരുകയും ഒക്കെ ചെയ്യും. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് പ്ലാറ്റോ ഫേസ്. ഇവിടെയും നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേശികൾ മുറുകുകയും സങ്കോചിക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ രതിമൂർച്ചയ്ക്ക് തയ്യാറാക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടം കൂടിയാണ് ഈ പ്ലാറ്റോ ഫേസ്. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച. ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ എല്ലാ ഹോർമോൺസുകളും ഈ രതിമൂർച്ചയുടെ സമയത്ത് ഒരുമിച്ച് നിങ്ങളുടെ തലച്ചോറിൽ റിലീസ് ചെയ്യും. ഈ കല്യാണ സദ്യക്കൊക്കെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം കതക് തുറക്കുമ്പോൾ എല്ലാവരും കൂടെ ഇടിച്ചു തള്ളി അകത്തോട്ട് കയറുന്നത് പോലെയാണ് ഈ രതിമൂർച്ച സമയത്തുള്ള ഹോർമോൺസിൻ്റെ റിലീസ്. ഈ രതിമൂർച്ചയുടെ സമയത്ത് ഒട്ടുമിക്ക പുരുഷന്മാരിലും അതിനോടൊപ്പം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ശുക്ല വിസർജനം. എന്നാൽ ഇത് ഒട്ടുമിക്ക സ്ത്രീകളിലും സംഭവിക്കാറില്ല. പകരം അവരുടെ യോനിയുടെ പേശികൾ സങ്കോചിക്കും. എന്നാൽ ചില സ്ത്രീകളിൽ ഈ ഫീമെയിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കാറുണ്ട്. ഇത് കാഴ്ചയിൽ പുരുഷന്മാരുടെ ശുക്ലം പോലെ തോന്നിക്കുമെങ്കിലും ഇത് ശുക്ലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദ്രാവകമാണ്. ഈ ഫീമെയിൽ പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ മൂത്രനാളിക്ക് ചുറ്റുമുള്ള സ്കീൻസ് ഗ്ലാൻഡുകൾ എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ദ്രാവകമാണ് ഇത്. എന്തു തന്നെയായാലും ഈ ഫീമെയിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി നാലാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് റെസല്യൂഷൻ. ഇത് രതിമൂർച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഘട്ടമാണ്. ഈ ഒരു ഫേസിലെത്തുമ്പോൾ നിങ്ങളുടെ പേശികൾ ശാന്തമാവുകയും ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഉടനടി വീണ്ടും സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയുകയും ഒക്കെ ചെയ്യും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റിഫ്രാക്ടറി പീരീഡ്. ഈ റിഫ്രാക്ടറി പീരീഡിൻ്റെ ദൈർഘ്യം സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതിൻ്റെ കാരണം ഈ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത് അവരുടെ ശുക്ല വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ശുക്ല വിസർജനത്തിൻ്റെ സമയത്ത് പുരുഷന്മാരുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ
പ്രൊലാക്റ്റിനാണ് അവരെ വീണ്ടും ഉടനടി ഒരു സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യത്തെ ഇല്ലാതാക്കുന്നത്. ഒട്ടുമിക്ക സ്ത്രീകളിലും ഈ ശുക്ല വിസർജനത്തിന് സമാനമായിട്ടുള്ള ഒരു ഇജാക്കുലേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഉടനടി വീണ്ടും ഒരു സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. പുരുഷന്മാരിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ റിഫ്രാക്ടറി പീരീഡിന്റെ ദൈർഘ്യം സാധാരണഗതിയിൽ കൂടുകയാണ് പതിവ്. ചെറുപ്പക്കാരായ പുരുഷന്മാർക്ക് ഉടനടി വീണ്ടും സെക്സിൽ ഏർപ്പെടാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെങ്കിൽ 10-45 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിലേറെയോ ഒക്കെ വേണ്ടി വന്നേക്കാം. നമ്മളിവിടെ സംസാരിച്ച ലൈംഗികതയുടെ 4 ഘട്ടങ്ങൾ: എക്സൈറ്റ്മെന്റ്, പ്ലാറ്റു, ഓർഗാസം, റെസല്യൂഷൻ. ഇത് 4ഉം ഈ അടുത്ത കാലം വരെ വൈദ്യശാസ്ത്ര ലോകം പോലും വിശ്വസിച്ചിരുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെയാണ് നടക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പടിപടിയായിട്ട് നടക്കുന്ന ലൈംഗികത, അതായത് ഇംഗ്ലീഷിൽ ലീനിയർ മോഡൽ എന്ന് പറയുന്ന ലൈംഗികത, ഇത് സ്ത്രീകളിൽ വർക്കാവത്തില്ല എന്നാണ്. അതിൻ്റെ കാരണം ഈ ഒരു മോഡൽ പുരുഷന്മാരുടെ മാത്രം ലൈംഗിക താല്പര്യ രീതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ടാണ്. അതായത് ഈ സെക്സ് എന്ന് പറയുന്നത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം കാണുന്ന മോഡൽ. ഈ ഒരു കാഴ്ചപ്പാടിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേത് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം പുരുഷന്മാരെ പോലെ പൊടുന്നനെയല്ല, മറിച്ച് പ്രചോദനത്തിന് ശേഷമാണ് എന്നായിരുന്നു. എന്താണ് ഈ പ്രചോദനത്തിന് ശേഷം ഉണരുന്ന ലൈംഗിക താല്പര്യം? പുരുഷന്മാരിൽ സാധാരണഗതിയിൽ ഒരു ലൈംഗിക താല്പര്യം ഉണ്ടായതിന് ശേഷമാണ് ഉദ്ധാരണം അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ സ്ത്രീകളിൽ ഇത് നേരെ മറിച്ചാണ്. ആദ്യമേ ഉദ്ധാരണം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, അതിനുശേഷം ലൈംഗിക താല്പര്യം. ഈ ഉദ്ധാരണം എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇതെങ്ങനെയാണ് സ്ത്രീകളിൽ സംഭവിക്കുന്നത്, അതിനവർക്ക് ലിംഗമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. ഈ സ്ത്രീകളുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം പുരുഷന്മാരുടെ ലിംഗം പോലെ തന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫേസിൽ സ്ത്രീകളുടെ ക്രിസരിയും പുരുഷന്മാരുടെ ലിംഗം പോലെ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്ക സ്ത്രീകളിലും പുരുഷന്മാരിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫേസിന് ശേഷമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഫോർപ്ലേ അത്യാവശ്യമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച ആ 4 ഘട്ടങ്ങളിലായിട്ടുള്ള ലൈംഗികതയിൽ ഈ ലൈംഗിക താല്പര്യത്തെ പറ്റി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അത് തുടങ്ങുന്നത് തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഈ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്ത്രീകളെ പോലെ ഫോർപ്ലേയിലൂടെ സൃഷ്ടിക്കേണ്ട ഒന്നല്ല. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്ര ലോകം തന്നെ ഈ ഒരു മോഡൽ തള്ളിക്കളയുവാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. കാരണം ഈ ഒരു മോഡൽ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യ രീതിയെ തീർത്തും അവഗണിക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇന്നും കേരളത്തിലെ പല പ്രമുഖ ഗൈനക്കോളജിസ്റ്റുമാരും ഈ ഒരു കാലഹരണപ്പെട്ട മോഡൽ ഉപയോഗിച്ചാണ് അവരുടെ മുമ്പിൽ വരുന്ന പല സ്ത്രീകളുടെയും ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നത്. അങ്ങനെ അത് ആ ദമ്പതികളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. വേറൊരു പ്രശ്നം, ഒട്ടുമിക്ക സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം ഒരു രതിമൂർച്ചയിൽ എത്താൻ സാധിക്കത്തില്ല എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ കാരണം സ്ത്രീകളെ രതിമൂർച്ചയിൽ എത്തിക്കുന്ന ക്രിസരി എന്ന് പറയുന്ന അവയവം യോനിക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ പുരുഷന്മാർക്ക് രതിമൂർച്ചയിൽ എത്തുന്നത് പോലെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവാറില്ല. കാരണം അവരുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരിക്ക് ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം ഉത്തേജനം ലഭിക്കാത്തതുകൊണ്ട് ചില സ്ത്രീകൾക്ക് അവരുടെ യോനിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജി സ്പോട്ട് എന്ന് വിളിക്കുന്ന ജി സോണിൻ്റെ ഉത്തേജനത്തിലൂടെ രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചില പുരുഷന്മാർക്ക് ഈ പി സ്പോട്ട് എന്ന് വിളിക്കുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ഉത്തേജനത്തിലൂടെയും രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവുണ്ട്. ഈ പ്രോസ്റ്റേറ്റിലൂടെ രതിമൂർച്ചയിലെത്താൻ കഴിവുള്ള പുരുഷന്മാർക്ക് ഒരു ശുക്ല വിസർജനം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടാകത്തില്ല. അങ്ങനെ അവർക്കും സ്ത്രീകളെ പോലെ തന്നെ പലതവണ തുടർച്ചയായിട്ട് ഒരു രതിമൂർച്ചയിൽ എത്തുകയും ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് പലപ്പോഴും ആദ്യമേ ഒരു രതിമൂർച്ചയിൽ എത്താറ്. പഠനങ്ങൾ പ്രകാരം സ്ത്രീകൾക്ക് രതിമൂർച്ചയിൽ എത്താൻ വേണ്ട ഏകദേശ സമയം എന്ന് പറയുന്നത് ഏകദേശം 15 മിനിറ്റാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ സ്ത്രീകളിൽ റിഫ്രാക്ടറി പീരീഡിൻ്റെ ദൈർഘ്യം താരതമ്യേന വളരെ കുറവായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പലതവണ രതിമൂർച്ചയിൽ എത്തുവാനുള്ള ഒരു കഴിവുണ്ട്. 1 മണിക്കൂറിൽ ഏറ്റവും അധികം രതിമൂർച്ചകളിൽ എത്തിയതിൻ്റെ റെക്കോർഡ് സ്ത്രീകളുടെ പേരിലാണ്. മണിക്കൂറിൽ 134 തവണ. പുരുഷന്മാർക്ക് ഇത് വെറും 16 തവണ മാത്രമാണ്. രതിമൂർച്ച എന്ന് പറയുന്നത് ഒരു ലൈംഗിക പ്രവൃത്തിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാ തവണയും രതിമൂർച്ചയിൽ എത്തിയില്ലെങ്കിൽ ആ ലൈംഗിക ബന്ധം ഒരു പരാജയമാണ് എന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ പ്രാധാന്യം നൽകേണ്ടതും നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൻ്റെ സംതൃപ്തിയെ വിലയിരുത്തേണ്ടതുമൊക്കെ ആ മൊത്തത്തിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ രതിമൂർച്ചയുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.